വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. നടത്തിയ വഴികൾ നീ ഓർത്താൽ വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 107 സങ്കീർത്തനത്തിലെ 28 വാക്യം മുതൽ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. കൊടുങ്കാറ്റുകൾ എന്നുള്ളതാണ് നാം പല ദിവസങ്ങളിലായി ചിന്തിച്ച് വരുന്നത്. കൊടുങ്കാറ്റുകൾ, പുറമെയുള്ള കൊടുങ്കാറ്റെക്കുറിച്ച് ചുഴലിക്കാറ്റെല്ലാം ഉണ്ട്. അതിനേക്കാൾ ഉപരി കൊടുങ്കാറ്റ് എന്നതുകൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആളത്വത്തിന്മേൽ അടിച്ചു വരുന്നതായ കൊടുങ്കാറ്റുകളാണ്. യാതനകൾ, വേദനകൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ എന്നിങ്ങനെ അനേകം അത്യാഹിതങ്ങളെല്ലാം കൊടുങ്കാറ്റുകൾ.
കൊടുങ്കാറ്റിൻ്റെ നേരെ നിൽക്കണമെങ്കിൽ അസാമാന്യമായ കരുത്ത് വേണം. ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശിയാലും ചില വൻമരങ്ങൾ മറിയാതിരിക്കും, ആഴത്തിൽ വേരോടിയിട്ടുണ്ടെങ്കിൽ. ആഴത്തിൽ വേരോടിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളുമായി, പല യാതനകളുമായി, പല രോഗങ്ങളുമായി, പല തരത്തിലായ കഷ്ടപ്പാടുകളുമായി അടുത്തടുത്ത് വരുമ്പോൾ, ആഞ്ഞടിച്ച് വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 91 സംഗീതത്തിൽ പറഞ്ഞത്, അത്യുന്നതൻ്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ്റെ നെടുങ്കീഴിൽ പാർക്കുകയും ചെയ്യുക. അത്യുന്നതൻ്റെ മറയിൽ വസിക്കണം, സർവശക്തൻ്റെ നെടുങ്കീഴിൽ പാർക്കണം. അപ്പോഴാണ് നമ്മുടെ കാലിനോട് തട്ടാതെ വണ്ണം നമ്മെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നത്. പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, രാത്രി സഞ്ചരിക്കുന്ന വചനമുണ്ട്. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയൂതുന്ന കാറ്റുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നതായ കൊടുങ്കാറ്റുകളാണ്. എത്രയോ ദുരിതം പിടിച്ചതാണ് ജീവിതം. വാസ്തവത്തിൽ നാം ഒന്ന് നമ്മിലേക്ക് തന്നെ ചുരുങ്ങി നോക്കിയാൽ കാണാം, എന്നും ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അനേകം ദുരിതങ്ങൾ. യാതനാപൂർണ്ണമാണ് ജീവിതം, മുഴുവൻ യാതനാപൂർണ്ണമാണ്. എന്നാൽ അവിടെയെല്ലാം മറയാം. യേശുക്രിസ്തുവിൻ്റെ തണലിൽ നമുക്ക് മറയാം. യേശുക്രിസ്തുവിൻ്റെ നിഴലിൻ കീഴിൽ നമുക്ക് ഒളിക്കാം. യേശുക്രിസ്തു നമുക്ക് ആശ്രയിക്കാം. യേശുക്രിസ്തു നമുക്ക് സമാധാനം തരും. അതുകൊണ്ട് കൊടുങ്കാറ്റ് എന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഓരോരുത്തരും നേരിടുന്നതായ കൊടുങ്കാറ്റുകൾ, നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും ഓരോ തരത്തിലുള്ള കൊടുങ്കാറ്റുകളെ ഏറ്റവും വിഷമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നാം കണ്ടു, ഇയ്യോബിന് അനേകം ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി എന്ന്. ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, അനേകം അത്യാപത്തുകൾ, അനേകം സങ്കടങ്ങൾ, അനേകം യാതനകൾ വന്നു എന്ന് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ. ഇയ്യോബിൻ്റെ മക്കൾ 10 പേരും ഒരു ദിവസം മരിക്കുന്നു. കൊടുങ്കാറ്റൂതി വീട് ആകെ തകിടം മറിയുന്നു. ആ വീട് ഉടഞ്ഞു വീണ് മക്കൾ മരിക്കുന്നു. ആടുമാടുകളും ദാസദാസന്മാരും കഴുതകളും ഒട്ടകങ്ങളും എല്ലാം കവർച്ചയായി പോകുന്നു. എല്ലാം കനത്ത നഷ്ടം. ദൈവത്തിന് സ്തോത്രം. നഷ്ടങ്ങളുടെ കൊടുങ്കാറ്റുകൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങളുടെ കൊടുങ്കാറ്റുകൾ. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരു അപേക്ഷകൾ പലതും, മിക്കവാറും ഒരു 75% എനിക്ക് തോന്നുന്നു, അത്രമാത്രം എല്ലാം കടക്കണിയിൽ വീണ് വലയുന്ന മനുഷ്യർ. കടം വിട്ട മാർഗം കാണുന്നില്ല. ഇങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും, മനസ്സിന് ധൈര്യമില്ല. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ഇന്ന് എന്തെല്ലാമാണ്, ആരെല്ലാമാണ് വിളിക്കുന്നതെന്നുള്ള പേടിയോടെയാണ് തുടങ്ങുന്നത്. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ എനിക്ക് വലിയൊരു കടക്കിണി, അത് ഭയാനകമാണ്. ബിസിനസ്സുണ്ട്, പക്ഷേ ബിസിനസ് നഷ്ടമായി പോയി. ജോലിയുണ്ട്, പക്ഷേ ജോലി നഷ്ടമായി പോയി. അതെല്ലാം തന്മൂലം വരുന്ന കടങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവർക്കും അവർക്കും അറിയാമല്ലോ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ. അവരും ചിലരെല്ലാം വിളിക്കാറുണ്ട്, അവരെല്ലാം സംസാരിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള അനേകം പേര് ജോലി ഇല്ലാത്തതുകൊണ്ട് ജോലി കിട്ടുന്നില്ല, കിട്ടിയ ജോലി നഷ്ടപ്പെടുന്നു, വിഷമിക്കുന്നു. വരുമാന മാർഗമില്ല. അവിടെ ജോലി ഉള്ളതുകൊണ്ട് ഭാര്യയും മക്കളും കൂടി അവിടെ ചെന്ന് താമസിച്ചു. മക്കളുടെ സ്കൂളിൽ ചേർന്നു. പെട്ടെന്നാണ് പറയുന്നത് ജോലി നാളെ മുതൽ വരണ്ട എന്ന് പറയുന്നത്. ഇത്ര ഭയാനകമായ കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ച് വെച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ അതൊന്നും നിറവേറ്റാൻ സാധിക്കാതെ വലിയ വേദനാ വിഷയമായി തീർന്നിരിക്കുകയാണ്. ഡിസാസ്റ്റേഴ്സ്, ഒട്ടേറെ യാതനകൾ. ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. രണ്ടാമത് ഇയ്യോബിനെ പിടികൂടിയത് ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്. ഇയ്യോബിൻ്റെ ശരീരത്തിൽ രോഗമുണ്ടായി, ഭയങ്കരമായ രോഗം. ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ലാത്ത പോലത്തെ രോഗമാണ്. എന്താണോ ഇതിൻ്റെ കാരണം? എന്തുകൊണ്ട് ഈ രോഗം വന്നു അറിയാൻ പാടില്ല. ഇയ്യോബ് ഓർത്തു, എല്ലാം തകർന്നു, അത്യാപത്ത് വന്നു, അത്യാഹിതം വന്നു, പ്രയാസങ്ങൾ വന്നു, ഇതായിട്ട് എന്നെയും രോഗം ബാധിച്ചിരിക്കുന്നു. മറ്റൊന്നും ചിന്തിക്കുന്നില്ല ഇയ്യോബ്. അപ്പോഴെല്ലാം പറയുന്നത്, ഇയ്യോബിൻ്റെ മനസ്സിൽ പറയുന്നതാണ്, ദൈവത്തിൻ്റെ കൈ ഇതെല്ലാം പ്രവർത്തിക്കുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പക്ഷേ ഇയ്യോബ് ഈ വേദനയുടെ രോഗത്തിൻ്റെ ഭാരത്തിൽ
ആകുലപ്പെട്ടിരിക്കുമ്പോൾ സങ്കടകരമായ കാര്യം വന്നത് ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ്. ആരെല്ലാം തള്ളി പറഞ്ഞാലും ആരെല്ലാം വിട്ടുപോയാലും ഭാര്യ വിട്ടുപോകുക എന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ്. കഷ്ടത വരുമ്പോൾ, രോഗം വരുമ്പോൾ, ആപത്ത് വരുമ്പോൾ ഭാര്യ വിട്ടേച്ച് പോകുന്നു. ഇത് സങ്കടമാണ്. അവൾ പറഞ്ഞു, നിങ്ങൾ ഇനിയും ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ ത്യജിച്ച് കളയുക, എന്നിട്ട് ആത്മഹത്യ ചെയ്യൂ, മരിക്കുക. ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് മരിക്കുക എന്ന് പറഞ്ഞു. വളരെ ഭയാനകമായ സങ്കടകരമായ കാര്യമാണ് ആ സ്ത്രീ പറഞ്ഞത്. ഭർത്താവിന് രോഗം വന്നപ്പോൾ അങ്ങനെയാണോ പറയേണ്ടത്? സഹിക്കാവുന്നല്ലായിരുന്നു. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്നുവെച്ചാൽ അവളുടെ വിശ്വാസം എല്ലാം പോയി, പൂർണ്ണ അവിശ്വാസിയായി. ദൈവം നന്മ ചെയ്യുന്നില്ലായിരുന്നു, ദൈവത്തോട് പരാതിയായി, ദൈവത്തോട് പരിഭവമായി. ദൈവത്തെ ത്യജിച്ച് പറയുക, പറയാൻ എന്ത് എളുപ്പമാണല്ലേ. ആ സ്ത്രീ പറഞ്ഞത് കേട്ട് ഇയ്യോബിൻ്റെ ഹൃദയം ദുഃഖിച്ചു. ഇയ്യോബ് മാത്രം പറഞ്ഞു, അയ്യോ നീ ഒരു പൊട്ടി സംസാരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളും, തിന്മയും കൈക്കൊള്ളരുതോ? എളിമയോടെ ഇയ്യോബ് ആ വേദനയുടെ മധ്യത്തിൽ വളരെ വേദനയോടെ അവളോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദ ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പെയർ, നിരാശ. ഭാര്യ പറഞ്ഞ വാക്കുകൾ നിരാശയുളവാക്കി. 1 ഡിസാസ്റ്റേഴ്സ്, 2 ഡിസീസസ്, 3 ഡെസ്പെയർ. ഡെസ്പെയർ വരുന്നതിന് കാരണം എന്താണ്? കൂട്ടുകാരുണ്ടായിരുന്നു, കൂട്ടായ്മക്കാർ. ഞാനങ്ങനെ പറയട്ടെ, കൂട്ടായ്മക്കാരുണ്ടായിരുന്നു. കൂട്ടായ്മക്കാർ അവർ തിരിഞ്ഞു നോക്കിയില്ല. ആരെങ്കിലും എല്ലാം വന്നിരുന്നെങ്കിൽ, പ്രത്യേകിച്ചും ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട്, ഏറ്റവും അടുത്ത് സുഹൃത്തുക്കളായി സഹോദരങ്ങളായിട്ടുണ്ടായിരുന്നത് 3 പേരാണ്. നയമാത്തിനായ സോഫർ, തേമാനായ എലീഫസ്, ശൂഹിനായ ബിൽദാദ്. അവർ 3 പേരും വന്നിട്ട് ഇയ്യോബിനെ കുറ്റം പറയുകയാണ്. 7 ദിവസത്തേക്ക് വന്നില്ല, പിന്നീട് വന്ന് 7 ദിവസം മിണ്ടാതിരുന്നു. എന്താണ് ഈ പറയുന്നത്? ഇയ്യോബിനെ കുറ്റം പറയുകയാണ്. ഇയ്യോബിന് നിരാശ മൂത്ത് കഴിഞ്ഞപ്പോൾ ഇയ്യോബ് പറയുകയാണ്, ഞാൻ ജനിച്ച ദിവസം ശവിക്കപ്പെടട്ടെ. തന്നെത്താൻ ശവിക്കുന്നു, തൻ ജന്മത്തെ ശവിക്കുന്നു. സ്തോത്രം. ഇതെല്ലാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, എൻ്റെ കർത്താവേ, ഞാൻ തകർന്ന് വശമിട്ട് പോകുമ്പോൾ എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ കർത്താവേ, ഇതിൻ്റെ കൃപയെ എന്നിലൊന്ന് മാറരുതേ. പ്രാർത്ഥിക്കണം. അത് നമ്മുടെ പ്രാർത്ഥന വിഷയമായിരിക്കും. എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം നഷ്ടം വന്നാലും, ആരെല്ലാം വിട്ടുപോയാലും, യേശുവേ ഇതിൻ്റെ കൃപയെ എന്നൊന്ന് മാറരുതേ. നിൻ്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുതേ. നിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞാൻ പൂജ്യമായി പോകും. എല്ലാം വഹിക്കാൻ നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം കർത്താവേ. നിൻ്റെ ദിവ്യ സാന്നിധ്യം, ആ ഒരു ബോധം നിങ്ങൾക്ക് ലഭിച്ചാൽ ഭാഗ്യമാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം പോകരുത്, കർത്താവിന് തിരുസാന്നിധ്യം വിട്ടു പോകരുത്. ആരെല്ലാം വിട്ടുപോയാലും, ഇന്ന് സ്നേഹിതരായിരിക്കുന്നവർ ശത്രുക്കളായി തീർന്നാലും, ഇന്ന് ഇതുവരെ ഉപകാരം ചെയ്തുകൊണ്ടിരുന്നവർ ഉപദ്രവികളായി തീർന്നാലും, അനേകം ദുർവിധികളൊന്ന് മനസ്സ് അസ്വസ്ഥമായി തീർന്നാലും, കർത്താവേ ഞാനെല്ലാം വഹിച്ചു കൊള്ളാം. ഒരു കാര്യം മാത്രം, വഹിക്കാനുള്ള കൃപ തന്നാൽ മതി, നിൻ്റെ സാന്നിധ്യം തന്നാൽ മതി. ദൈവ സാന്നിധ്യം. പരീക്ഷയിൽ തോറ്റു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് നിരാശ വരും. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ തോൽവി. ആദ്യം വരുന്ന പ്രയാസം, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കർത്താവ് എന്താ എന്നോട് കരുണ കാണിക്കാഞ്ഞത്? ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിക്കണമെന്ന് വല്ല ദൈവമക്കളോട് പറയുകയും ചെയ്തു, പക്ഷേ എനിക്ക് എന്താ ആ കൃപ കിട്ടാഞ്ഞത്? നിങ്ങൾ വിശ്വസിക്കൂ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തെ കൃപ വേണം. ദൈവത്തിൻ്റെ കൃപ, ആ സാന്നിധ്യം, മധുരതരമായ ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെല്ലാം നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അത്യാസന്നമായി രോഗിയായി കിടക്കുമ്പോഴും ആ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണസമയത്തും അപേക്ഷിക്കണമെന്ന് പറയാൻ കാരണം, മരണനേരത്ത് പോലും കൃപ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോലും നിരാശ വരാൻ സാധ്യതയുണ്ട്. നിരാശ വന്ന് മനസ്സ് മടുത്തു പോകാൻ സാധ്യതയുണ്ട്. എനിക്കെന്തുകൊണ്ട് തോന്നുന്നു എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചുള്ള ആവലാതികളൊന്നും കയറുന്നതുകൊണ്ട് മനസ്സ് വിഷാദവിഷമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
എപ്പോഴും യേശുവേ നിൻ്റെ കൃപ എന്നോടുണ്ടായിരിക്കണമേ. ഏത് കാര്യത്തിലും, പരീക്ഷ എഴുതുകയാകട്ടെ, ജോലി ചെയ്യുകയാകട്ടെ, നിങ്ങൾ വീട്ടു പണികൾ ചെയ്യുകയാകട്ടെ, ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ കൃപ എന്നോടുണ്ടായിരിക്കണം. എപ്പോഴും പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കണം. ആഗ്രഹിക്കില്ല, പ്രാർത്ഥിക്കണം. സ്തോത്രം. യോവിന് പറ്റിയ ഒരു വലിയ അപകടം എന്താണെന്ന് അറിയാമോ? എന്താണ് യോവിൻ്റെ ഇതൊക്കെ വന്നത്? ചിന്തിക്കേണ്ട വിഷയമാണ്. വൈ ദി സഫറിങ്സ്, ഈ സഫറിങ്സ് എന്തുകൊണ്ടുണ്ടായി? അത് യോവിൻ്റെ പുസ്തകം തുടർന്ന് വായിക്കുമ്പോൾ കാണാം, യോവ് വാക്കിലൊന്നിലും നീതിയോട് പറഞ്ഞില്ല, ദൈവത്തെ കുറ്റം വിധിച്ചില്ല, ദൈവത്തിന് പരിഭവിച്ചില്ല, പരാതി പറഞ്ഞുമില്ല. പിന്നെ എന്തായിരുന്നു യോവിനുണ്ടായ പ്രശ്നം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു യോവിന് ഈ ഇത്രയേറെ കഷ്ടങ്ങൾ വന്നത്? കഷ്ടത്തിൽ വന്നപ്പോൾ ദുരിതമാണ് നന്മയ്ക്കാണെന്ന് മനസ്സിലാവുകയില്ല. നന്മ എന്താണെന്ന് മനസ്സിലാവുകയില്ല. പക്ഷേ നാം യോവിൻ്റെ പുസ്തകം ഉള്ളത്തിൽ തൊട്ട് വായിക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ശരിയായിട്ട് ചിന്തിച്ച് വായിക്കുകയാണെങ്കിൽ കാണാം, യോവിന് ഒരു സെൽഫ് റൈറ്റ്യസ്നെസ് ഉണ്ടായിരുന്നു, സ്വയനീതി. ഞാൻ ഭക്തനാണ്, ഞാൻ അഗതികൾക്ക് സഹായിയാണ്, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനാണ്, ഞാൻ വസ്ത്രമില്ലാത്തതിന് വസ്ത്രം കൊടുത്തിട്ടുണ്ട്, ഞാൻ അഗതികളെ സഹായിച്ചിട്ടുണ്ട്, അനാഥർക്ക് ഞാൻ പിതാവിനെ പോലെ പെരുമാറിയിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഒരു തിന്മയും ചെയ്തിട്ടില്ല, ഞാൻ യഹോവ ഭക്തനാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്, ഞാൻ നീതിമാനാണ്. ഇതെല്ലാം യോബ് സ്വയം പിന്നെ വാദിക്കുന്നുണ്ട്. വാദിക്കുന്നതെല്ലാം ഈ സ്നേഹിതരോട് വാദിക്കുകയാണ്. സ്നേഹിതന്മാരോട് വാദിക്കുമ്പോൾ സ്നേഹിതന്മാർ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ യോബിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പാവം കൊണ്ടാണ് നിനക്ക് ഈ അധർമ്മം വന്നത്, ഈ അപകടം വന്നതെന്നൊക്കെ പറയുമ്പോൾ പോലും യോബ് അവരോട് തിരിച്ചു പറയുമ്പോഴെല്ലാം ഈ സെൽഫ് റൈറ്റ്യസ്നെസ്, സ്വയനീതി, അത് മുന്തി നിൽക്കുന്നു. ഓർക്കുക, നമുക്ക് പറ്റുന്നൊരു വലിയ അപകടം അതാണ്, സ്വയനീതി. നമുക്ക് ചില നീതികളുണ്ട്, നമുക്ക് ചില ന്യായങ്ങളുണ്ട്. ഞാൻ നീതിമാനാണ്, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ലൊരു അഭിപ്രായമുണ്ട്, വേണ്ടെന്നല്ല, ആത്മാഭിമാനം ആവശ്യമാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് നീതിമാൻ എന്ന് പറയാൻ അവകാശമില്ല. അത് മുഴുവൻ അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ എത്ര നീതിമാനായാലും ഞാൻ അനീതിയുള്ളവൻ തന്നെയെന്ന് കണ്ടുപിടിക്കണം. അത് തന്നെ ആരും പറഞ്ഞിട്ടില്ല, തനിയെ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. പാവം ഒന്നും ഞാൻ ചെയ്യാത്തപ്പോഴും ഞാൻ നീതിമാനല്ല എന്ന് നമ്മുടെ ഹൃദയം സംസാരിക്കണം നമ്മോട്, വേറെ അല്ല. ഒരു പാവവും വരുന്നില്ല, പാവത്തിൻ്റെ പ്രവൃത്തിയൊന്നും വരുന്നില്ല, വാക്കൊന്നും വരുന്നില്ല, പാവത്തിൻ്റെ ചിന്ത വരുന്നില്ല. അങ്ങനെ സാധിക്കും, തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ പാവമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ പോലും നാം ഓർത്തുകൊള്ളണം, ഐ എം എ പൂവർ സിന്നർ. കർത്താവേ, ഞാനൊരു പാവം ദരിദ്രനായ പാവി, ഞാൻ നിസ്സാരനായൊരു പാവി, ഐ എം എ പൂവർ സിന്നർ. ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. വെറുതെ ചുമ്മാ പറഞ്ഞാൽ പോരാ, തനിയെ അറിയണം. തന്നെ വേറെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, എനിക്ക് തന്നെ അറിയണം ഞാനൊരു പാവിയാണ് എന്ന്. എനിക്ക് തന്നെ അറിയണം ഞാൻ ഒന്നുമായിട്ടില്ല എന്ന്. എനിക്ക് തന്നെ മനസ്സിലാകണം എൻ്റെ ജീവിതത്തിൽ ആത്മീയമായി ഞാൻ ഒന്നുമല്ല എന്ന്. ഞാനിവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വചനം പറയുന്നു, ദൈവത്തിന് വചനം പ്രസ്താവിക്കുന്നു. ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് എനിക്ക് അവസരങ്ങൾ തരുന്നു, നന്നായി. പക്ഷേ ഞാനൊരു കാര്യം അറിയണം, ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ, വചനം പറയുന്ന മനുഷ്യൻ അറിയണം, ഐ എം എ പൂവർ സിന്നർ. എനിക്ക് പാവമൊന്നും പ്രകടമായി ഇല്ലാത്തപ്പോൾ പോലും, ഭാഗ്യവശാൽ പാവമൊന്നും വരാത്തപ്പോൾ പോലും എൻ്റെ എൻറ്റയർ ടോട്ടൽ പേഴ്സണാലിറ്റി സിൻഫുള്ളാണ് എന്ന് ഞാൻ അറിയണം. എൻ്റെ ആകമാനമായ സ്വഭാവം പാവമാണെന്ന് ഞാൻ അറിയണം. കർത്താവിൻ്റെ കൃപയാലത് മറച്ചു വെച്ച് പിടിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ തിരക്തത്താൽ പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ആസകലം വ്രണമുള്ള മനുഷ്യൻ്റെ ദേഹത്ത് ഒരു പുതപ്പ് മൂടിയിട്ടാൽ, അല്ലെങ്കിൽ വ്രണമുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ കയ്യിലും കാലിലും എല്ലാം നിറയെ വസ്ത്രം കൊണ്ട് മൂടത്തക്കവണ്ണം അങ്ങനെ ശരീരം മറച്ചാൽ വ്രണം കാണുകയില്ല. എന്തുപോലെ യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താലുള്ള ഒരു കവറിങ് ഉള്ളതുകൊണ്ട്, ഒരു കവറിങ്, ഒരു ആവരണം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് പാപത്തിൻ്റെ ചിന്ത വരാത്തതിന് കാരണം യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക കൃപയുള്ളതുകൊണ്ടാണ്. പാപത്തിൻ്റെ വാക്ക് വരാത്തതിന് കാരണം യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായ കൃപയുള്ളതുകൊണ്ടാണ്.
പാപത്തിൻ്റെ പ്രവൃത്തി വരാത്തതിന് കാരണം യേശുക്രിസ്തുവിന് പ്രത്യേകമായ ശ്രദ്ധയുള്ളത് കൊണ്ടാണ്. യേശുക്രിസ്തുവാണ് ഇതിൻ്റെ അടിസ്ഥാനം. ദൈവത്തിന് സ്തോത്രം. റോമർക്കിലേക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കൂ. ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവിടെ ആഴമേ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഖണ്ഡിക. ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവിടെ ആഴമേ. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗാചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്ക് മഹത്വം. ആമേൻ. അവന് എന്നേക്ക് മഹത്വം. ആമേൻ. ദൈവത്തിന് ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ. ദൈവത്തിൻ്റെ ധനം ജ്ഞാനം എന്നിവയുടെ ആഴം. ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴം നമുക്കിത് അറിഞ്ഞുകൂടാ. എന്നാൽ കേവലം നിസ്സാരരായ മനുഷ്യർ. ദൈവത്തിൽ നിന്ന് വരുമ്പോൾ നാം അത്ഭുതത്തോടെ ദൈവത്തിൻ്റെ കരുണയെ ഓർക്കും. ദൈവം എത്ര അത്യുന്നതനാണ്, ദൈവം എത്ര മഹാപരിശുദ്ധനാണ്, ദൈവം എത്ര മഹാസ്നേഹമാണ്. പലർക്കും ദൈവത്തെ സ്നേഹമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സ്വയനീതിയിൽ ഇങ്ങനെ സംതൃപ്തിപ്പെട്ടു പോകുന്നത്. സ്വയനീതി. ഇന്ന് ഞാൻ വളരെ എളിമയോടുകൂടി നിങ്ങൾ ചോദിക്കട്ടെ, ഈ സ്വയനീതിയുടെ ബന്ധനത്തിലുള്ളവരാരെല്ലാം ഉണ്ട്? അല്ല, എല്ലാവരും ഉണ്ട്. സ്വയനീതി. നമുക്ക് ചില ന്യായീകരണങ്ങളുണ്ട്, ചില ക്ലെയിംസ് ഉണ്ട്. നമ്മുടെ ചില അവകാശവാദങ്ങളുണ്ട്. ഞാൻ ഇന്ന കാര്യം നല്ലത് ചെയ്തു, ഞാൻ ഇത്ര പേർക്ക് സഹായം ചെയ്തു, ഇന്ന കാര്യങ്ങളിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് നിന്നു, പലരും വീണ ചില സ്ഥലങ്ങളിൽ എനിക്ക് വീഴാൻ പറ്റാതെ നിന്നു. ഇങ്ങനെ നമുക്ക് സ്വന്തമായി ചില ക്ലെയിംസ് ഉണ്ട്. ഈ ക്ലെയിംസ് എല്ലാം അപകടമാണ്. ക്ലെയിംസ് എന്ന് വെച്ചാൽ അവകാശവാദങ്ങൾ. ഈ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണ്. ശരിക്കും ഗ്രഹിക്കുകയാണെങ്കിൽ, ആത്മീയമായിട്ട് ഗ്രഹിക്കുകയാണെങ്കിൽ ഇതെല്ലാം പൊള്ളയാണ്. ഇപ്പോൾ ചില ആളുകൾ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ചിലർ ഉള്ള എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു തീർക്കുന്നു, അല്ലെങ്കിൽ മോഷണ വസ്തു ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നു, അതല്ലെങ്കിൽ ആരെങ്കിലും മാപ്പി വയ്ക്കുകയാണെങ്കിൽ മാപ്പി വയ്ക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നു. അതൊക്കെ ചെയ്തുകൊണ്ട് നല്ലതാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ എങ്കിലും അതെല്ലാം ചെയ്തു എന്നുള്ളതായ ഒരു സംതൃപ്തി എൻ്റെ മനസ്സിലുണ്ടായിപ്പോയാൽ തെറ്റായിപ്പോയി. ഞാനതെല്ലാം ചെയ്തല്ലോ എന്നുള്ളത് അതിൽ എനിക്ക് സംതൃപ്തിപ്പെടാനില്ല, അതിലെനിക്ക് ഒരു ക്ലെയിം ഇല്ല. എപ്പോഴും ഓർത്തുകൊള്ളണം, ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കാൻ പറ്റണമെങ്കിൽ ക്ലെയിംലെസ്സായിട്ട് നിൽക്കണം. ഒരു അവകാശവാദവും ഉണ്ടാവില്ല. ഞാൻ ഇന്ന സഹായം ചെയ്തവനല്ലേ, ഇന്ന കാര്യം ചെയ്തവനല്ലേ, ഇത്ര നേരം ഞാൻ പ്രാർത്ഥിക്കുന്നവനല്ലേ, ഇത്ര നേരം ഞാൻ ഉപവസിച്ചവനല്ലേ, ഇന്ന കാര്യങ്ങൾ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തതല്ലേ, ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പലതും കഷ്ടപ്പെട്ടവനല്ലേ എന്നിങ്ങനെയുള്ള അനേകം അവകാശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പൊന്തി വരുന്നു. അത് പാടില്ല. നേരെ മറിച്ച്, കർത്താവേ, ഐ ആം എ പുവർ സിന്നർ, ഞാനൊരു പാവം മനുഷ്യനാണ്, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എന്നിൽ പാവമേ ഉള്ളൂ, സ്വയമേ എന്നിൽ വരാവുന്നത് പാവമാണ്. ഞാൻ ദ്രവ്യാഗ്രഹത്തോടുകൂടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ ദ്രവ്യാഗ്രഹമുണ്ട്, അതിൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുകയാണ്. ഞാൻ അഹങ്കാരിയായെന്നും പറയുകയോ ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട്, ഒരു സെൽഫുണ്ട്, ഒരു സ്വയമുണ്ട്, ഒരു ഇഗോയുണ്ട്. കർത്താവേ, ഞാൻ നീതിമാൻ എന്നുള്ളതായ ഒരു ഭാവം എനിക്കുണ്ട്, അകത്തുണ്ട്. ആരോടും ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ അകത്ത് ആ ഒരു ഭാവമുണ്ട്. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നാം എളിമപ്പെടുന്നത്, നാം വിനയപ്പെടുന്നത്. അപ്പോഴാണ് നാം വാസ്തു ഉള്ളം തകരുന്നത്. നിങ്ങളൊരു നിമിഷം ചിന്തിക്കൂ, നിങ്ങൾ ഈ തനിയെ ഇരിക്കുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് തനിയെ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ അന്നേരം നിങ്ങളുടെ ദയനീയാവസ്ഥ, നിങ്ങളുടെ ദരിദ്രാവസ്ഥ അറിഞ്ഞ് നിങ്ങൾ കരയാറുണ്ടോ? കർത്താവേ, ഞാൻ പാവിയായ മനുഷ്യനാണല്ലോ കർത്താവേ, മനുഷ്യരെന്നെ കാണുന്ന പോലെ അല്ലല്ലോ എൻ്റെ തനതായ അവസ്ഥ, ഞാൻ ഒരു പാപത്തിൽ മുഴുകിപ്പോയ മനുഷ്യനാണല്ലോ. നിൻ്റെ കൃപയുള്ളത് കൊണ്ട് പാവം പുറമേ ഒന്നും വരുന്നില്ല, പാവത്തിൻ്റെ വാക്ക് വരുന്നില്ല, പ്രവൃത്തി വരുന്നില്ല, എങ്കിൽ പോലും എൻ്റെ രക്തത്തിൽ പാവമാണല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് നിങ്ങൾ കരയാറുണ്ടോ? ഹൃദയം തകരാറുണ്ടോ? നിങ്ങൾ കരയാറുണ്ടോ? നിങ്ങൾ ഹൃദയം തകരാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും. കർത്താവിന് സ്തോത്രം. ഞാൻ തികഞ്ഞവനായിരുന്നുകൊണ്ടല്ല പറയുന്നത്, പക്ഷേ ഭാഗ്യവശാൽ അരുതാത്ത കാര്യങ്ങളൊന്നും തന്നെ ജീവിതത്തിലില്ല. വരാത്ത ഒരു പ്രവൃത്തിയോ വാക്കോ ചിന്തയോ ഒന്നും വരുന്നില്ല. ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. ശരിയാണ്. പക്ഷേ എനിക്കറിയാം, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കർത്താവിൻ്റെ പാദമെടുത്തിരിക്കുമ്പോൾ ഞാൻ എങ്ങളടിച്ച് കരയും. കർത്താവേ, എൻ്റെ ആളത്വം പാവപൂർണ്ണമാണ്, നിൻ്റെ ഒരു കൃപ എന്നെ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. നിൻ്റെ ഒരു കൃപ എന്നെ പോയി നിൽക്കുന്നതുകൊണ്ട്, നിൻ്റെ തിരക്തത്തിൻ്റെ അത്ഭുതശക്തിയാൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നെങ്കിലും നാളെ നിൽക്കണമെങ്കിൽ നാളെയും നിൻ്റെ കൃപ വേണം.
കർത്താവേ, നിൻ്റെ കൃപയാൽ നീ എന്നെ കാത്തുകൊള്ളണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ഒരിക്കലും തോന്നുന്നില്ല ഞാനെല്ലാം ശരിയായി എന്ന്. ശരിയായിട്ടില്ലെന്നേ തോന്നാറുള്ളൂ. ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വന്നാൽ മതിയാകും, എന്തെല്ലാം രൂപാന്തരം വന്നാൽ മതിയാകും. ഓരോ ദിവസം കഴിയും തോറും ഈ ശുദ്ധീകരണം കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ലഭിക്കും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട്, നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് കർത്താവിന് പറയണം, കർത്താവേ, എൻ്റെ പുറമേയുള്ളതായ യാതൊരു നന്മയും നീതിയും എനിക്ക് പറയാനില്ല, അവകാശപ്പെടാനില്ല. കർത്താവേ, എനിക്ക് ആകെയുള്ളത് എൻ്റെ അകത്ത് പാപം നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ രക്തത്തിൽ പാപം നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ രക്തത്തിൽ പാപത്തിൻ്റെ സ്വഭാവമുണ്ട്, പാപത്തിൻ്റെ പ്രകൃതമുണ്ട്. കർത്താവേ, ഈ സിൻഫുൾ നേച്ചർ, പാപത്തിൻ്റെ പ്രവണത എന്നിൽ നിന്ന് മാറ്റി നീ എന്നെ കഴുകിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തീരുമാനമെടുക്കൂ. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കൂ, കർത്താവേ, നാഥ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലുള്ളതായ പാപസ്വഭാവത്തെ കാണാൻ എൻ്റെ കണ്ണ് തുറന്നു തരണമേ. എൻ്റെ നിസ്സാരത കാണാൻ എൻ്റെ കണ്ണ് തുറന്നു തരണമേ. എൻ്റെ അല്പത്വം കാണാൻ എൻ്റെ കണ്ണ് തുറന്നു തരണമേ. കർത്താവേ, യേശുവേ, ഞാൻ എന്നെ കാണുന്ന പോലെയല്ല, ലോകത്തുള്ള മനുഷ്യരെന്നെ കാണുന്ന പോലെയല്ല. സ്വർഗത്തിലെ നിത്യനായ ദൈവമേ, അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ള നിത്യനായ ദൈവമേ, അവിടെ നോക്കുമ്പോൾ എന്നെ കാണുന്നത് എങ്ങനെയെന്ന് എനിക്കൊന്ന് കാണാനിടയാക്കണമേ. അത് കാണാനിടയായാൽ ഞാൻ തകരും, അത് കാണാനിടയായാൽ ഞാൻ ഉടയും. കർത്താവേ, അവിടുന്ന് അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുകളോട് നോക്കുന്നവൻ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ, എന്നെ നോക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ തനതായ അവസ്ഥ കാണുന്നത് എന്നുള്ളത് ഞാനും ഒന്ന് കാണാൻ തക്കവണ്ണം എൻ്റെ ഉള്ളത്തെ തുറക്കണമേ. കർത്താവേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ, ആത്മക്കണ്ണുകൾ തുറക്കണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കരുണയ്ക്കും കൃപയ്ക്കും ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന നിസ്തുല സ്നേഹത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തരുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. കടത്തിൽ വീർപ്പുമുട്ടുന്നവർക്ക് ഒരു ആശ്വാസം കൊടുക്കണമേ കർത്താവേ. മനസ്സ് പതറിയിരിക്കുന്നവർക്ക് ധൈര്യം കൊടുക്കണമേ കർത്താവേ. പഠിക്കാൻ ബുദ്ധിയില്ലാത്തവർക്ക് പഠിക്കാനുള്ള കഴിവ് കൊടുക്കണമേ കർത്താവേ. ശോഭനമായ ഭാവി കാലം നേടുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. കുടുംബങ്ങളിൽ സമാധാനം വഹിക്കണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കൾക്ക് സമാധാനം കൊടുക്കണമേ. വീട്ടിൽ അപ്പനെയമ്മ അനുസരിക്കാതെ പോകുന്ന മക്കൾക്ക് നല്ല പാഠങ്ങൾ കൊടുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. രണ്ടാമത്തോടു വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.